രാജ്യത്തെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പുകളിലെ മുഖ്യ സൂത്രധാരനായ രാജ്യാന്തര കുറ്റവാളിയെ കുടുക്കി കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ്. പശ്ചിമബംഗാളിലെ BJP നേതാവും യുവമോർച്ച കൃഷ്ണഗഞ്ച് മണ്ഡലം പ്രസിഡന്റുമായ ലിങ്കൺ ബിശ്വാസാണ് അറസ്റ്റിലായത്. കാക്കനാട് സ്വദേശിനിയായ റിട്ടയർഡ് പ്രൊഫസറിൽ നിന്ന് 4.25 കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. കേരള പോലീസിനോട് കളി പിടിച്ചകത്തിട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി ഉമേഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, എബ്രഹാം ലിങ്കന്റെ പേര് വിട്ടിട്ട് കാണിക്കുന്നതൊക്കെയോ തെമ്മാടിത്തരം. പക്ഷേ കേരളത്തിൽ അത് നടപ്പായില്ല, പിടിച്ച് അകത്തിട്ടു പോലീസ്. BJP നേതാവാണല്ലേ അവിടുത്തെ, പശ്ചിമ ബംഗാളിലെ? അതെ മനു, BJP നേതാവാണ്. യുവമോർച്ചയുടെ കൃഷ്ണഗഞ്ച് മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ഈ ലിങ്കൺ ബിശ്വാസ് എന്ന് പറയുന്ന ആൾ. 27 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇതിനിടയിൽ ഇയാൾ നടത്തിയ തട്ടിപ്പ് ചില്ലറയല്ല എന്നുള്ളതാണ്. ഈ വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള തട്ടിപ്പ് വഴി ഏതാണ്ട് ഈ കൊച്ചിയിൽ മാത്രം 25 കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇയാൾ അന്താരാഷ്ട്ര ബന്ധമുള്ള തട്ടിപ്പുകാരനാണ്. പ്രത്യേകിച്ച് ചൈനയിലും കംബോഡിയയിലും ഒക്കെ തട്ടിപ്പ് സംഘങ്ങളുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് നിയന്ത്രിച്ചിരുന്നത് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ ഈ ലിങ്കൺ ബിശ്വാസാണ്. ഇയാളുടെ കൂട്ടാളികളെയാണ് നേരത്തെ കൊച്ചി സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളിലേക്ക് എത്താൻ ഇടയായ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കാക്കനാട് സ്വദേശിനിയായ റിട്ടയർഡ് പ്രൊഫസറുടെ പരാതിയാണ്. അവരിൽ നിന്ന് 4.12 കോടി രൂപ ഇത്തരത്തിൽ വിർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പ് വഴി അവരിൽ നിന്ന് അടിച്ചെടുത്തിരുന്നു. ഇതിൽ 2 പേരെ, അത് മലയാളികളാണ്, 2 മലപ്പുറം സ്വദേശികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ ഇവർക്ക് പിന്നിൽ വലിയ മുഖങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളത് പോലീസിന് ഉറപ്പായിരുന്നു. അവരിലൂടെ ഈ പ്രധാന പ്രതിയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ തീരുമാനം. അത് വിജയിച്ചു എന്നുള്ളതാണ്. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ചില സൂചനകൾ ഈ ലിങ്കൺ ബിശ്വാസിനെ കുറിച്ച് ലഭിച്ചു. അങ്ങനെ ഇയാൾ ഉത്തരേന്ത്യയിലാണ്, ബംഗാളിലാണ് എന്നുള്ള കാര്യം പോലീസ് തിരിച്ചറിഞ്ഞു. അവിടെ എത്തി തന്ത്രപരമായി ഈ ലിങ്കൺ ബിശ്വാസിനെ രാജ്യ അതിർത്തിയിൽ നിന്ന് തന്നെ പിടികൂടുകയായിരുന്നു. ഇന്നലെ രാത്രി അയാളെ കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇതുവരെ അയാളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ചാണ് 25 കോടിയുടെ തട്ടിപ്പ് കൊച്ചിയിൽ മാത്രം അയാൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. വലിയ നെറ്റ്വർക്കായി തന്നെയാണ് ഇയാൾ രാജ്യവ്യാപകമായി ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിട്ടുള്ളത്. ഹരിയാനയിലും അത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ വെർച്വൽ തട്ടിപ്പ് വഴി തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനം ഈ കൊച്ചി സിറ്റി പോലീസിന് അയാളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം പലപ്പോഴും ഇത്തരം തട്ടിപ്പുകൾ പിന്നിലിരിക്കുന്നവരെ കണ്ടെത്താൻ കഴിയില്ല, മുഖമില്ലാത്തവരാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത്, അവർ കാണാമറയത്താണ്, ഒരിക്കലും പിടികൂടാൻ കഴിയില്ല എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അത് പോലീസ് തിരുത്തി കുറിച്ചിരിക്കുന്നു. അതിലെ മുഖ്യ സൂത്രധാരനെ തന്നെ പോലീസ് പൊക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇനി ഇയാളെ ചോദ്യം ചെയ്യുന്നതോടെ എന്താണ് ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി, എങ്ങനെയാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്, ഈ സംഘത്തിൽ മറ്റാരൊക്കെയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയാനാവും എന്നാണ് പോലീസ് കരുതുന്നത്. ഇയാളെ കൊച്ചിയിൽ എത്തിച്ചതേ ഉള്ളൂ. ഇന്നായിരിക്കും അയാളെ കോടതിയിൽ ഹാജരാക്കുന്നത്. ഇന്ന് അവധിയാണ്. അപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഉറപ്പായും അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കസ്റ്റഡി അപേക്ഷ തൊട്ടടുത്ത പ്രവൃത്തി ദിനം തന്നെ കോടതിയിൽ സമർപ്പിച്ച് അയാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. മനു, ശരി ഉമേഷ്, ഏതായാലും ഈ ബംഗാളിൽ നിന്നൊക്കെ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും, എല്ലാം കൂടെ വണ്ടിയും പിടിച്ച് കേരളത്തിലോട്ടാണ് വരുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, കേരള പോലീസ് എന്ന സുമ്മാ വന്ന വിചാരം